യുഎയിലെ നല്ല മൈഗ്രേഷൻ കമ്പനികൾ ഏതൊക്കെയാണെന്ന് എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഈ മൈഗ്രേഷൻ തട്ടിപ്പിനെ കുറിച്ചൊന്ന് പറയാം. സാധാരണ ഒരു 21 മുതൽ 30 വയസ്സുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മറ്റേ യൂറോപ്പിലേക്ക് പോകുക എന്നുള്ളത്. അപ്പോൾ അവരെന്തെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ആഡ്സിൽ ചിലപ്പോൾ ഒന്ന് ഇൻട്രസ്റ്റ് കൊടുക്കും, നമ്പർ കൊടുക്കും. അതിനുശേഷം അവർക്ക് തുരിതുരാ കോൾസ് വരും. കോൾസ് വരുമ്പോൾ അവർ പറയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓഫീസിലേക്ക് വരാൻ പറയും. അങ്ങനെ ഇവരെന്താണെന്ന് വെച്ചാൽ ഇവർ ഓഫീസിൽ എത്തപ്പെടുകയാണ്. അപ്പോൾ ഓഫീസ് എപ്പോഴും ഉള്ളത് ഏറ്റവും നല്ല പോഷ് ഏരിയാസിലായിരിക്കും, നല്ല വൻ സെറ്റപ്പ് ഓഫീസായിരിക്കും. ഇപ്പോൾ ഈ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് വെൽക്കം ചെയ്യും. ഓഫീസിൽ എത്തിക്കഴിഞ്ഞുള്ള സെറ്റപ്പ് എന്താണെന്ന് നോക്കാം. നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് ഏത് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകാൻ താല്പര്യം. നമുക്കാകെ അറിയുന്നത് UK, US, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. അപ്പോൾ അവർ പറയും ഇത്തരം കൺട്രീസിലേക്ക് പോകാൻ കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ അതല്ലാണ്ട് ചെറിയ ചെറിയ കൺട്രീസ് ഉണ്ട്. അതായത് ലാറ്റ്വിയ, ലക്സംബർഗ്, മാൾട്ട, ഗ്രീസ്, ഇങ്ങനെയുള്ള ചെറിയ കൺട്രീസിലേക്ക് പോവുകയാണെങ്കിൽ റേറ്റ് കുറവാണെന്ന് പറയും. ഇതെല്ലാം അൺസ്കിൽഡ് ലേബേഴ്സായിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്കില്ലിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയും യൂറോപ്പിൽ എത്തിയാൽ മതി. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് കൺട്രീസിലേക്ക് മാറാൻ എളുപ്പമാണെന്നൊരു വാഗ്ദാനവും തരും. ഇവരുടെ വേറൊരു പ്രത്യേകത എന്താ അറിയോ, എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫ്സ് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ മലയാളം അറിയുന്നവർക്ക് മലയാളം സ്റ്റാഫ് ഉണ്ടാവും, ഹിന്ദി അറിയുന്നവർക്ക് ഹിന്ദി സ്റ്റാഫ് ഉണ്ടാവും. ഇനി ഇതെല്ലാം കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവർ നമ്മൾ ഇമോഷണലി കൺട്രോൾ ചെയ്യും. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മതി, ഞങ്ങൾക്ക് ഒത്തിരി ക്ലയൻസ് ഉണ്ട്, ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നൊരു ഇമോഷണൽ സംഭവം കൂടെ നമുക്ക് ഇട്ട് തരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്തേക്ക് വിശ്വസിച്ച് പോവുകയാണ് ചെയ്യുക. ഒരു 2500 യൂറോസൊക്കെ ആയിരിക്കും സ്റ്റാർട്ടിങ് സാലറി വരുന്നത്. അതായത് ഏതാണ്ട് UAE ദിർഹംസ് 10,000 ദിർഹംസ്. അപ്പോൾ ഒരു അൺസ്കിൽഡ് ആയിട്ട് ഒരാൾക്ക് ഒരു 10,000 ദിർഹംസ് കിട്ടുക വെച്ചാൽ ഭയങ്കര അട്രാക്ഷൻ ആണല്ലോ. കുറച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് എവിടെയോ പെട്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോയി നിങ്ങൾക്ക് ഒരു ചെറിയ റിയലൈസേഷൻ വരിക. ആ സമയത്ത് നിങ്ങൾ റീഫണ്ട് ചോദിക്കും. അപ്പോഴാണ് നിങ്ങൾ റെസീറ്റിനെ പറ്റി ആലോചിക്കുക. ഈ റെസീറ്റിൽ കൺസൾട്ടേഷൻ ചാർജസ് എന്നൊക്കെ ഉണ്ടാവുള്ളൂ. മാത്രമല്ല വേറെ നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. സാധാരണ ഈ മൈഗ്രേഷൻ കമ്പനികളൊക്കെ അധികം ഡോക്യുമെൻറ്റ് ക്ലിയറിംഗ് സർവീസസിൻ്റെ ലൈസൻസിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ലൈസൻസോ എന്തെങ്കിലും ഡോക്യുമെൻറ്റോ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയുന്നത് ഈ കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിന് അഗെയിൻസ്റ്റ് ആണ്. ചിലപ്പോൾ ലൈസൻസിൻ്റെ ഫസ്റ്റ് പേജ് മാത്രം ഷെയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോഴാണ് നിങ്ങൾ ലീഗലി കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു 6 മാസം മുതൽ 1 വർഷം വരെ എടുക്കുമെന്ന് അവർ ആദ്യമേ പറയും. പക്ഷേ ഒരു 40 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടും. പക്ഷേ ഏറ്റവും വലിയ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഈ വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എംബസിയുടെ അപ്പോയിൻമെൻറ്റോ വിസയോ കിട്ടാൻ ഒരുപാട് സമയം എടുക്കും. സത്യത്തിൽ വിസ കിട്ടാറില്ല. എങ്ങനെ നമുക്ക് ഇത്തരം ഫ്രോഡുകളിൽ നിന്ന് രക്ഷപ്പെടാം? ആദ്യം നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവരുടെ ലൈസൻസിൻ്റെ കോപ്പി നോക്കുക. അപ്പോൾ അതിനകത്ത് മൈഗ്രേഷൻ്റെ ലൈസൻസ്, എമിഗ്രേഷൻ സർവീസസിൻ്റെ ലൈസൻസ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ചോദിക്കേണ്ടത് ടെസ്റ്റിമണീസാണ്. നിങ്ങൾ ആരെയൊക്കെയാണ് യൂറോപ്യൻ കൺട്രീസിലേക്ക് വിട്ടിരിക്കുന്നത്. പലപ്പോഴും അവർ പറയും അത് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനാണ്, കമ്പനിയുടെ ടേംസ് ആൻഡ് പോളിസിക്ക് അഗെയിൻസ്റ്റ് ആണ്, കസ്റ്റമറുടെ ഇൻഫർമേഷൻ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ ആരെങ്കിലും ഒരാളെ വിട്ട ആളുടെ ഡീറ്റെയിൽസെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരില്ല. ഇനി അതുകൂടാണ്ട് ഇപ്പോൾ സ്റ്റാഫിൻ്റെ കാര്യം നോക്കിയാൽ മിക്കവാറും മൈഗ്രേഷൻ കമ്പനികളിലെ സ്റ്റാഫൊക്കെ ഒരു 3 മാസം 6 മാസം വർക്ക് ചെയ്തവരായിരിക്കും. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ പറയും ഞാനിപ്പോൾ 3 മാസമായിട്ടുള്ളൂ, 6 മാസമായിട്ടുള്ളൂ. 2 അല്ലെങ്കിൽ 4 വർഷം ഒരു മൈഗ്രേഷൻ കമ്പനിയിൽ വർക്ക് ചെയ്ത സ്റ്റാഫ് വളരെ കുറവായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലും പ്രൂഫ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയില്ല. ചിലപ്പോൾ അവർ പറയും ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെന്ന് വെച്ചാൽ അവർക്കത് കൊടുക്കാൻ പറ്റില്ല. ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. നിങ്ങൾ പോകുന്ന സമയത്ത് RCIC, റെഗുലേറ്റഡ് കൗൺസിൽ ഓഫ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസിൻ്റെ ലൈസൻസ് അവരുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുക. പലർക്കും അതിനെപ്പറ്റി അറിവും കൂടി ഉണ്ടാവില്ലായിരിക്കും കേട്ടോ. ഇനി പൈസ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പലരും 50% റീഫണ്ട് ഉണ്ടെന്ന് പറയും. പക്ഷേ നിങ്ങളെ കൊണ്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യിക്കുന്നുണ്ട്. ആ എഗ്രിമെൻറ്റിൽ നിങ്ങൾ കൺസൾട്ടേഷൻ ചാർജസ് എന്നൊക്കെ പറഞ്ഞിട്ടേക്ക് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 99% കേസിൽ നിങ്ങൾക്ക് എമൗണ്ട് തിരിച്ച് കിട്ടില്ല. നിങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്താലും നിങ്ങൾ വാലിഡ് അല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാലിഡ് അല്ലാത്തൊരു റെസീറ്റിലാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. വേറെ പ്രൂഫൊന്നുമില്ല. അപ്പോൾ തിരിച്ച് പൈസ കിട്ടുക എന്നുള്ളത് ഒരു 99%ഉം എളുപ്പമുള്ള കാര്യമല്ല. അപ്പം മാക്സിമം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ഒരു മൈഗ്രേഷൻ കമ്പനിയിൽ അപ്രോച്ച് ചെയ്യാനാണ് എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഒട്ടുമിക്ക മൈഗ്രേഷൻ കമ്പനികൾക്ക് ഞാൻ ഈ പറഞ്ഞ കഥകളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ അനുഭവിച്ച ആളുകൾക്ക് ഈ കഥയായിരിക്കും പറയാനുണ്ടാവുക. അതിൻ്റെ അർത്ഥം ജെനുവിൻ കൺസൾട്ടൻസി ഇല്ല എന്നല്ല. പക്ഷേ ഈ യൂറോപ്പ് മൈഗ്രേഷൻ ഒന്നും എളുപ്പമുള്ള പ്രോസസ് അല്ല. അപ്പോൾ കറക്റ്റായിട്ട് ആലോചിച്ച് ശരിയായിട്ട് അന്വേഷിച്ചു. ഇപ്പോൾ ടെസ്റ്റിമണീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഞങ്ങൾ റൈറ്റ് ഹൗസിലൊക്കെ കഴിഞ്ഞ ഒരു 8 വർഷം കൊണ്ട് ഒരു 5000-ന് മുകളിൽ ആൾക്കാരെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫോട്ടോസൊക്കെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഡീറ്റെയിൽസ് കൊടുക്കും. കാരണം നമ്മൾ ജെന്യൂനായിട്ട് ചെയ്യുന്നതുകൊണ്ട് അവരുടെ ഫോട്ടോസൊക്കെ അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരാൻ പറ്റും. അപ്പോൾ ഇവരോട് ആദ്യം ചോദിക്കേണ്ടത് നിങ്ങൾ എത്ര പേരെ വിട്ടു, ആരും വിട്ട ആൾക്കാരുടെ ആരെങ്കിലും ഒരു കോൺടാക്റ്റ് തരുമോ സംസാരിക്കാൻ എന്ന് പറയാം. അങ്ങനെ അവർ തരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച്.